തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഏതാനും വാക്യങ്ങളുടെ വായിക്കാം. ഞാൻ ഏവർക്കും വേണ്ടി അത് ഒന്ന് വായിക്കുന്നു. ഇത്തരം യോഗങ്ങളിൽ വചനം വായിക്കാൻ ഒരാൾക്ക് മൈക്കൊക്കെ ഒന്ന് കൊടുത്ത് നേരത്തെ സജ്ജീകരിക്കേണ്ടതാണ്. ആളുകൾക്ക് ഈ വചനം കൂടി കേൾക്കണം. അതിനാണ് ഞാനത് വായിച്ചുകൊള്ളാം. ആ കാലത്ത് ലോകമൊക്കെയും പെരുവഴി ചേർത്തിൽ നിന്ന് ആഗസ്തുസ് കേസറുടെ ഒരാജ്ഞ പുറപ്പെട്ടു. 2 വാക്യം മതിയിരുന്നു. പക്ഷേ ഞാൻ ആ പോർഷൻ മുഴുവൻ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി വായിപ്പിക്കുന്നു എന്നുള്ളൂ. കുറന്യാസൂര്യ നാട് വാഴുമ്പോൾ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ്റെ പട്ടണത്തിലേക്ക് പോയി. അവിടെ വരെയാണ് വേണ്ടത്. അങ്ങനെ യോസഫും ദാവീദിൻ്റെ ഗൃഹത്തിലുള്ള കുലത്തിലുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറി എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലിയയിലെ നസ്രത്ത് പട്ടണം വിട്ട് യഹൂദയിൽ ബേഥലേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഈ വചനത്തിൻ്റെ ഉള്ളടക്കം വായിച്ചപ്പോഴേ നിങ്ങൾക്ക് അർത്ഥവും ആശയവും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ വചനം അടുത്ത് പരിചയിക്കാൻ എവരുടെയും വിലയേറിയ ശ്രദ്ധ ഞാൻ ഈ ഘട്ടത്തിൽ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുരുഷൻ്റെ ഇഹലോകത്തിലേക്കുള്ള രംഗപ്രവേശം അഥവാ ജഡധാരണം, അത് സംബന്ധിച്ചുള്ള 3-ാം സുവിശേഷകനായ ലൂക്കോസിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മൾ വായിച്ചത്. 4 സുവിശേഷങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ 4 സുവിശേഷ രചനകൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമഗ്ര ജീവചരിത്രമല്ല. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ ഏതാനും ചില വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്താണ് ലൂക്കോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ സുവിശേഷത്തിൽ നിങ്ങൾക്ക് ചിന്താർഹമായൊരു കാര്യം കാണാം. പുതിയ നിയമമെന്നറിയപ്പെടുന്ന നമ്മുടെ പക്കലിരിക്കുന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ എഴുത്തുകാരുടെ എണ്ണം 8ആണ്. 27 പുസ്തകങ്ങൾ എഴുതിയത് 8 പേർ ചേർന്നാണ്. ഈ 8 പേരെയും നിങ്ങൾക്ക് പരിചയമുണ്ട്. ആദ്യത്തെ 4 പേര് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ്. ഇനിയും അടുത്തൊരാൾ സെൻറ്റ് പോൾ അഥവാ പൗലുസാണ്. 5 പേരായി. പത്രോസ് വരുമ്പോൾ 6ആയി. ഇനി യാക്കോബും യൂദയുമാണ് മറ്റ് 2 എഴുത്തുകാർ. അങ്ങനെ 8 പേർ ചേർന്ന് പുതിയ നിയമത്തിൻ്റെ ഗ്രന്ഥരചന നിർവഹിക്കുമ്പോൾ അതിൽ പ്രബലങ്ങളായ 2 പുസ്തകങ്ങൾ എഴുതിയത് ഈ ലൂക്കോസാണ്. 14 ലേഖനങ്ങൾ പൗലുസിൻ്റെതാണ്. 5 പുസ്തകങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെതാണ്. പത്രോസിൻ്റെ 2 ലേഖനങ്ങളും ബാക്കി ആളുകൾ ഓരോ പുസ്തകങ്ങളും വീതമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. 4 സുവിശേഷകർക്കും 4 വിധ ലക്ഷ്യങ്ങളുണ്ട്.
ഒന്നാമത്തെ സുവിശേഷകനായ മത്തായി തൻ്റെ ഈ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ആ വ്യക്തിത്വത്തെ രാജാതിരാജാവും കർത്താവുമായി അവതരിപ്പിക്കാനാണ്. രാജാക്കന്മാരുടെയാണ് വംശാവലി പറയുക. ഒരു രാജാവിൻ്റെ കുലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മറ്റൊരാൾ അതേ കുലത്തിൽപ്പെട്ട ഒരാൾക്ക് രാജാവാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അബ്രഹാമിലൂടെ തുടങ്ങി ദാവീദിൻ്റെ കുലത്തിലൂടെ കടന്ന് ശലോമോനിലൂടെ കടന്ന് അനവധിയായ രാജപരമ്പരയിലൂടെ ചരിത്രം വിശദീകരിച്ച് ദാവീദിൽ നിന്ന് ക്രിസ്തു വരെയുള്ള ദൂരം കൃത്യം വിശദീകരിച്ച് അവിടെ ക്രിസ്തുവിനെ ദാവീദ് പുത്രനായ രാജാവായി ഇവിടെ സമർത്ഥിക്കുന്നു. മർക്കോസ് മറ്റൊന്നാണ് ചെയ്യുന്നത്. മത്തായി രാജാവായി കണ്ടിരുന്നവനെ മാർക്കോസ് കാണുന്നത് സാക്ഷാൽ നമ്മുടെ വേദനകളെ ചുമക്കുന്ന, നമ്മുടെ ആവശ്യകതകളിൽ തുണ നിൽക്കുന്ന ഒരു സേവകൻ, ഒരു വേലക്കാരൻ, ഒരു ശുശ്രൂഷകൻ. ശുശ്രൂഷ ചെയ്യാൻ വന്നവനല്ല, ഏറ്റെടുക്കാൻ വന്നവനല്ല, നമ്മെ ശുശ്രൂഷിക്കാൻ, നമ്മുടെ മുറിവുകൾ കെട്ടാൻ, നമ്മളോട് പക്ഷം ചേരാൻ നമുക്ക് വേണ്ടി വന്ന സേവകനായ, സേവന സന്നദ്ധനായ, യഹോവയുടെ ദാസനായ, ആ ദാസ്യത്തെ ശുശ്രൂഷ ചെയ്ത് സ്വന്തം ശിഷ്യൻ്റെയും പാദം കഴുകുന്ന ദൈവത്തിൻ്റെ ദാസനാണ് യേശുക്രിസ്തു എന്ന് മാർക്കോസ് സ്ഥാപിക്കുന്നു. അങ്ങനെ മത്തായിയും മാർക്കോസും രണ്ട് ധ്രുവങ്ങളിലൂടെ ഈ ചിന്ത വിശദീകരിക്കുമ്പോൾ അടുത്ത സുവിശേഷകൻ ലൂക്കോസാണ്. ലൂക്കോസിൻ്റെ ചിന്തയിൻ പ്രകാരം കർത്താവായ യേശുക്രിസ്തു ആരാണ്? അദ്ദേഹം പറയുന്നു, യേശു ഒരു മനുഷ്യനാണ്, എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ. ആ തികവിനെയാണ് മൂന്നാം സുവിശേഷം ദൃഷ്ടാന്തീകരിക്കുന്നത്. നമ്മുടെ പ്രധാന വിഷയം അതായതുകൊണ്ട് അത് ഒടുവിൽ പറയാം. നാലാമത്തെ സുവിശേഷകനായ യോഹന്നാൻ ശ്രദ്ധിച്ചത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്ന് വിശദീകരിക്കാനാണ്. വചനം ജഡമായി തീർന്നുവെന്നും ആ വചനം പണ്ട് പിതാവിനോട് കൂടെയായിരുന്നെന്നും പിതാവിനോട് കൂടെയിരുന്ന വചനം ദൈവമായിരുന്നുവെന്നും ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടുവെന്നും യോഹന്നാൻ സമർത്ഥിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് യേശു രാജാവാണ്, അടുത്തയാൾക്ക് ഭാരം വഹിക്കുന്ന ദാസനാണ്, ഇനിയും അടുത്തയാൾക്ക് യേശു സാക്ഷാൽ മനുഷ്യനാണ്, ഇനിയും ഒരാൾക്ക് സർവാധികാരിയായ ദൈവമാണ്. നിരാത്രി വചനം കേൾക്കുന്ന ഇവർക്കും ഈ നാല് സമഗ്രതയിലും തന്നോട് ഇടപെടുന്ന മഹാദൈവത്തിൻ്റെ പുത്രൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവപുത്രൻ ഉയർത്തിക്കൊണ്ട് ഈ രാത്രി തന്നെ നമുക്ക് പ്രസ്താവിക്കാം, രക്ഷ യേശുക്രിസ്തുവിൻ്റെ ദാനമാണ്. ദൈവകുഞ്ഞാനായവൻ്റെ രക്തമുഖാന്തിരം നമുക്ക് ലഭിച്ച രക്ഷ, അതാണ് മനുഷ്യരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവിക ദാനം. ആ രക്ഷാപദ്ധതിക്ക് പുറത്ത് ആരെങ്കിലും ഇന്ന് ദൈവവചനം കേൾക്കുന്നെങ്കിൽ സുവിശേഷത്തിൻ്റെ സംക്ഷിപ്തം ആമുഖമായി വിശദീകരിക്കട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ആത്യന്തികമായ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ മഹാനാമത്തിന് മഹത്വം കരറ്റി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, ഈ വചനത്തെ പഠിക്കാൻ, വിശകലനം ചെയ്യാൻ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ തുറന്നുള്ള വചനം കേൾക്കാൻ സന്നദ്ധരായിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം പറയട്ടെ, ഇത് ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അദ്ദേഹം യേശുവിനെ കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിച്ചത് യേശു ഒരു സമ്പൂർണ്ണ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പിറവി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഗർഭകാലം മുതലുള്ള യേശുവിൻ്റെ ഭൂതകാലത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു മാനുഷിക ജനനം കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്നത്. ആ കൂടെ നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങളിൽ ഭരണകൂടം ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന പ്രജകളെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു രേഖ തയ്യാറാക്കും. അതിന് സെൻസസ് എന്നാണ് പറയുക.
മലയാളത്തിൽ കനേഷുമാരി അഥവാ പേർവഴി ചാർത്തുക എന്നാണ് പറയുക. നമ്മുടെയൊക്കെ പേര് ഭരണകൂട ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് കൃത്യമായി രേഖപ്പെടുത്തി നമ്മളെപ്പറ്റി അറിയണം സർക്കാരിന്. നിങ്ങൾക്ക് എത്ര ഭൂമിയുണ്ട്, എത്ര ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ട്, എന്ത് വരുമാനമുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ടോ, നിങ്ങളുടെ പ്രായം എന്താണ്, കുട്ടികളുടെ പ്രായം എന്താണ്, ഭർത്താവ് ആരാണ്, ഭാര്യ ആരാണ്, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് തുടങ്ങിയ ചുരുക്കി പറഞ്ഞാൽ ഓൾ അബൌട്ട് US നിങ്ങളെപ്പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ഒരു ഡാറ്റ ഭരണകൂടത്തിൻ്റെ പക്കൽ വേണം. ഇതെന്തിനാണ് ഈ ഡാറ്റ? പല കാര്യങ്ങളുണ്ട്. നാളെ അവതരിപ്പിക്കാനിരിക്കുന്ന ഒരു ബജറ്റിൽ നിങ്ങൾക്കെത്ര കണ്ട് ഭക്ഷണം ആവശ്യമുണ്ട്, ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് അവർക്കെന്തെല്ലാം സൗകര്യങ്ങൾ ആവശ്യമുണ്ട്, അതിനെത്ര ഇൻകം കണ്ടെത്തണം, അതെത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന് നികുതി എത്ര കണ്ട് പിരിക്കണം, ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് റോഡില്ലാത്തത്, എവിടെയാണ് ജലലഭ്യത കുറവുള്ളത്, ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സുഗമമായ ഭരണത്തിന് പേർവഴി ചാർത്തുക ആവശ്യമാണ്, അല്ലെങ്കിൽ കണക്കെടുക്കുക ആവശ്യമാണ്. കാരണം ആ കണക്കിൻ പ്രകാരമേ നിങ്ങളെ കൂടി പരിഗണിച്ച് സർക്കാരിന് ഭരണക്രമത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതൊരു നിയമമാണ്. അപ്പോൾ ഈ നിയമം, അത് നമ്മുടെ രാജ്യത്തും ഈ നിയമമുണ്ട്. അത് ഓരോ ഘട്ടങ്ങളിൽ പുതുക്കുന്നുണ്ട്, സെൻസസ് എടുക്കുന്നുണ്ട്, സർക്കാരുകൾ നമ്മെപ്പറ്റി പഠിക്കുന്നുണ്ട്, പല രൂപത്തിൽ അതിൻ്റെ അന്വേഷണങ്ങളും വിശകലനങ്ങളും സർവേകളും നടക്കുന്നുണ്ട്. അതിൽ പുതുമയില്ല. ഒന്ന് ആലോചിച്ച്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും കാലഘട്ടങ്ങൾക്ക് മുമ്പ് റോമൻ ഭരണകൂടം, വിശാലമായൊരു ഭരണകൂടം, തൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ കണക്കെടുക്കാൻ ഓരോ രാജ്യത്തും നാട്ടുരാജാക്കന്മാരെ ചുമതലപ്പെടുത്തി. അങ്ങനെ പേർവഴി ചാർത്തേണ്ട ഘട്ടം വന്നപ്പോൾ ഒരു നിയമമുണ്ടായി. ആ നിയമം എന്താ? ഓരോരുത്തനും താൻ്റെ പിതൃഭവനത്തിലേക്ക്, ഓൺ പ്രോപ്പർട്ടിയിലേക്ക്, ഓൺ ലാൻഡിലേക്ക്, ആ ഹോം ലാൻഡിലേക്ക് പോകണം. എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തൊഴിൽ ചെയ്യാൻ ധാരാളം ബംഗാളികളുണ്ട്. പേർവഴി ചാർത്തേണ്ടി വരുമ്പോൾ അവർ ബംഗാളിലേക്ക് പോകണം, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ഒറീസ, ബീഹാർ, എവിടെ നിന്നൊന്നും അവിടെ പോകണം. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ആ ഇൻഫർമേഷൻ കൃത്യം കിട്ടിയാൽ മതി, അവർ പോകണമെന്നില്ല. അങ്ങനെ കാലം പുരോഗമിച്ചു. കാരണം നമ്മൾ വിവരസാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയാണ്. എന്നാൽ പണ്ടങ്ങനെയല്ല, ആ സ്ഥലത്ത് പോകണം, അട്ടെ പോകാം. ഇന്നെന്ന പോലെ എളുപ്പമല്ല. കാരണം വാഹനങ്ങൾ, മൃഗങ്ങളുടെ പുറത്തുമൊക്കെ മനുഷ്യൻ പോകുന്ന കാലം, അതല്ലെങ്കിൽ മൃഗങ്ങൾ കെട്ടിവലിക്കുന്ന വണ്ടി അതിലുപയോഗിച്ച് പോകുന്ന കാലം. പേർവഴി ചാർത്തുവാൻ ഉത്തരവിടുന്നതൊരു തെറ്റല്ല. പക്ഷെങ്കിൽ നിങ്ങൾ അവിടെ പോയേ പറ്റൂ. ആ പോകുന്ന നിങ്ങൾക്ക് അതിന് നിശ്ചിത സമയമുണ്ട്, അതിനുള്ളിൽ ചെല്ലണം. അല്ല, ഇന്നൊരാൾ പോകുന്നില്ല എന്ന് വെക്കുക, കൊല്ലാൻ പറ്റുമോ? ഞാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. നമുക്കിതിൽ നിന്ന് വിട്ടുനിന്നു എന്നോർത്ത് ഈ പറയുന്ന ദോഷമൊന്നും വരാനില്ല. ഇപ്പോൾ ആധാർ കാർഡ് എടുക്കണം നമുക്കല്ല. നമ്മളൊരാൾ പറയാണ്, എനിക്ക് ആധാറൊന്നും താല്പര്യമില്ല, ഞാൻ താല്പര്യം എടുക്കുന്നില്ല. അതുമല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഇലക്ഷൻ ID എടുക്കുന്നില്ല, വോട്ടർ ID എടുക്കുന്നില്ല. നിങ്ങളെ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് വേണ്ടെങ്കിലും ദോഷമുണ്ട്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടേറെ പദ്ധതികളിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളപ്പെടും. മാത്രമല്ല, നാളുകളിൽ നിങ്ങൾക്ക് ഒരു എയർ ടിക്കറ്റ് എടുക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിദേശ യാത്ര ചെയ്യണം. ഇതിനൊക്കെ അനിവാര്യമായൊരു രേഖ എന്ന നിലയിൽ നിങ്ങൾ പോയിരിക്കും. നിങ്ങൾ ആധാർ എടുത്തിരിക്കും, പാസ്പോർട്ട് എടുത്തിരിക്കും, ലൈസൻസ് എടുത്തിരിക്കും. ഇനി ഇതിനും ചില ഓപ്ഷനുകളുണ്ട്. ഇത്തരം കാർഡുകൾ എടുക്കാൻ നിങ്ങൾക്ക് ഒരു സമയക്രമം അനുവദിച്ചിരിക്കുക. അത് മാർച്ച് 15 വരെയാണെന്ന് പറഞ്ഞു നിൽക്കുക. മാർച്ച് 15 കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയില്ല എന്നേ ഉള്ളൂ ഇന്ന്. കാരണം ജനാധിപത്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ജനങ്ങൾ ഭരിക്കുന്നു. നമ്മുടെ ഭരണം നമ്മളൊരു പ്രധാനമന്ത്രിയെയോ ഒരു മുഖ്യമന്ത്രിയെയോ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു ഭരണാധികാരിയെ ജയിപ്പിച്ച് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ശരി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോൾ ഭരണകൂടം ശരി ചെയ്യുമ്പോൾ കൂടെ നിൽക്കുകയും തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കുകയും ചെയ്യാൻ പൗരനുള്ള അധികാരം ഔദാര്യമല്ല, അത് അവകാശമാണ്. അതുകൊണ്ടാണ് ഇന്ന് അധികാരം ജനങ്ങൾക്കാണ്. ഡെമോക്രസിയാണ് ലോകത്ത് നിൽക്കുന്നത്. പക്ഷെ പണ്ട് നടപ്പില്ല, ഒരു ഡെമോക്രസിയില്ല. നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യത്ത് പോയി നിങ്ങൾ പേർവഴി ചാർത്തണം എന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ. നോ അതർ ഓപ്ഷൻ, യു ഹാവ് ടു ഗോ. നിങ്ങൾ ചെല്ലണം. ഇത് വെറും ഉത്തരവല്ല, തെറ്റിപ്പോയ കളി മാറും. ഇവിടെയാണ് മറിയ എന്ന പൂർണ്ണ ഗർഭവതിയായ ഒരു സഹോദരി
ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കാത്തിരിക്കുന്ന അമ്മയുടെ വ്യഗ്രത നിങ്ങൾക്കറിയാം, അവരുടെ ബുദ്ധിമുട്ടറിയാം. ഇങ്ങനൊരു സ്ത്രീക്ക് കർശന നിയമമുള്ളൊരു നാട്ടിൽ പേർവഴി ചർത്തിയേ പറ്റുമെന്ന് വരുമ്പോൾ ഇന്ന് അതൊന്നും നിയമം ഒക്കില്ല. നമ്മൾ പറയും ആ സ്ത്രീയെ ആ രൂപത്തിൽ കൊണ്ടുവരാൻ ഒക്കില്ല സാർ, ഇവളെ കൊണ്ട് വരവ് നടക്കില്ല, എന്ത് നിയമം വന്നാലും പറ്റില്ല. ഇവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിനത് ദോഷം ചെയ്യും, അമ്മയ്ക്കത് ദോഷം ചെയ്യും, പ്രാണനും പ്രശ്നമാകും. അതുകൊണ്ടേ ഇത് പറ്റില്ല. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും. ഇവർ കോടതിയിൽ പോയാൽ സർക്കാരിനെതിരെ ചോദ്യം വരും, കോടതി ശാസിക്കും ഗവൺമെൻറ്റിനെ. എന്തിനാണ് ഒരമ്മയെ ഇങ്ങനെ നടത്തിയോ? നിങ്ങൾ എന്താ ചെയ്തേ? വഴിയോരത്തൊരമ്മ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം വലുതാണ്. അതുകൊണ്ടേ ഇന്നത് നടപ്പില്ല. പക്ഷെ അന്നതല്ല സ്ഥിതി. നിയമം കർശന, നിങ്ങൾ പോയേ പറ്റൂ. പോയില്ലെങ്കിൽ എന്താ? നിങ്ങൾ ക്രിമിനലാണെന്ന മുദ്ര കുത്തും, നിയമവിരുദ്ധനാണെന്ന മുദ്ര കുത്തും, നിങ്ങൾ അകത്ത് കിടക്കും. എന്താണ് അടുത്ത കൽപ്പന എന്നറിയില്ല. നിങ്ങൾ രാജ്യത്ത് അനധികൃതമായി പാർക്കുന്നു വരും. ഈ രാജ്യത്ത് നിങ്ങൾ നുഴഞ്ഞു കടന്ന് ചാരന്മാരാണെന്ന് വരും. നിങ്ങളുടെ മീതെ നിരവധി കേസുകൾ, നിരവധിയായ ആരോപണങ്ങൾ വരും. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ത്രാണിയില്ലാതെ വരും. നിങ്ങൾ ഇരുട്ടറയിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്ല, പീഡന പർവ്വങ്ങളിലൂടെ കടന്ന് തകരേണ്ടി വരും. ഇത് യോസഫിനറിയാം. യോസഫ് തൻ്റെ ഭാര്യയുമായി യാത്ര പോവുക. ഇവിടുന്ന് യാത്ര എന്നറിയണ്ടേ? അദ്ദേഹം അന്നുള്ള നസ്രത്തിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചു. ആ യാത്രയിലെ പിതൃഭവനം, പിതൃനഗരമായ ബെത്ലഹേമിലേക്ക് പോകുകയാണ്. വലിയ അകലമാണ്. ഒന്ന് ഗലീലിയൻ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ്. ഇനി പോകുന്നത് യഹൂദ്യ ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകുക. നല്ല ദൂരം, ഏതാണ്ട് 10-60 കിലോമീറ്റർ നടക്കണം. ഇത്രയും ദൂരം മനുഷ്യൻ പോണ്ടേ? രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല, നടക്കണം. വെള്ളം കുടിച്ചും നടന്നും കരുതി ആഹാരം കഴിച്ചും മരുഭൂമിയിലൂടെ പോവാം. സന്ധ്യാസമയം. ഇന്നൊരു സ്ത്രീക്ക്, ഗർഭവതിയായൊരു സ്ത്രീക്ക് 1 കിലോമീറ്റർ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? പക്ഷേ അപ്പോഴൊക്കെ ഈ സ്ത്രീ വിഷമിക്കും. വിഷമിക്കുന്ന വേളയിൽ പറയും, യോസഫ് ആശ്വസിപ്പിക്കും, ഭാരപ്പെടണ്ട, സ്ഥലം ഇങ്ങെത്തിന്നേ, സമയം ഇങ്ങനെ എടുത്തുന്നേ, നമ്മളിപ്പോൾ ചെല്ലും, വിഷമിക്കാതെ. ആ സ്ത്രീ ആ പ്രസവ ലക്ഷണങ്ങൾ പ്രകടമാക്കുക. നമുക്കറിയാം, ഒരു പുരുഷൻ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ വേണ്ട പ്രാപ്തി പോരാ. അങ്ങനെയാണത്. ഡെലിവറിക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു സ്ത്രീയെ സംരക്ഷിക്കത്തക്ക അറിവൊന്നും ഒരു പുരുഷനില്ല ആ സമയത്ത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോകുന്നു. 1-2 ഡെലിവറി കഴിഞ്ഞെങ്കിൽ കുറേയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. മറ്റൊരു സ്ത്രീക്ക് പറ്റും. അതും ഈ നിലയിൽ നല്ല അനുഭവപരിജ്ഞാനമുള്ള അനവധി സ്ത്രീകളെ പരിചരിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് പറ്റും. ഒരു പുരുഷൻ എന്ത് ചെയ്യാൻ പറ്റും? ചുരുക്കി പറഞ്ഞാൽ, മറിയ അനുഭവിക്കുന്ന വ്യഥ ശരീരത്തിലെങ്കിൽ യോസേഫ് അനുഭവിക്കുന്നത് മനസ്സിലാണ്. ഇവിടെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. 10 മാസങ്ങൾക്കപ്പുറത്ത് ഒരു ദൂതൻ വന്നു. ആ ദൂതൻ മറിയോടൊരു കാര്യം പറഞ്ഞു. കൃപ ലഭിച്ചവളേ, നിനക്ക് വന്ദനം, കർത്താവ് നിൻ്റെ കൂടെ. ഈ വന്ദന സ്വരം കേട്ട് അത്ഭുതത്തോടെ മറിയ ദൂതനെ നോക്കി. എന്തിനാണ് ഒരു പുരുഷൻ തന്നെ ഇങ്ങനെ വന്ദനം ചൊല്ലുന്നത്? എന്താ അതിൻ്റെ ലക്ഷ്യം? ഈ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ ഈ പുരുഷൻ, ഈ ദൂതൻ പറയാ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു പ്രസവിക്കും. ആലോചന കേട്ടപ്പോൾ ആ പെൺകുട്ടി തിരിച്ചൊരു ചോദ്യം. ഞാനേ പുരുഷനെ അറിയാത്തൊരു പെൺകുട്ടിയാണ്, ഞാൻ ഗർഭവതിയാകുന്നു, താങ്കൾ എന്തായി പറയുക? ദൂതൻ്റെ മറുപടി, അത്യുന്നതൻ നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിനക്കൊരു കാരുണ്യമായി ദൈവ സാന്നിധ്യമായി നമ്മുടെ മീതെ വ്യാപരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കണം, ആ ദൈവ സാന്നിധ്യമാണ് സ്ഥിതിഗതികളെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. അത് ദുർബലയായ ഒരു സ്ത്രീയോട് പറയുക, നിന്റെ മേൽ അത് നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ശക്തി നിന്നിൽ വ്യാപരിക്കും, ഒരു പുരുഷ പ്രജ നിനക്ക് ലഭിക്കും. ഇതേ കേവലം ഒരു പുരുഷനല്ല,
ഉലകത്തെ മുഴുവൻ. ഓ സന്തോഷം. ദൂതൻ നല്ല തേജോരൂപിയായിരുന്നു. സന്തോഷം. ആ ദൂതനൊരു വർത്തമാനം അറിയിച്ചു. എന്താ അത്? അത്യുന്നതൻ എൻ്റെ മേൽ നിഴലിടുവെന്ന, പരിശുദ്ധാത്മാവ് എൻ്റെ മീത വരും. അതും സന്തോഷം അമ്മയ്ക്ക്. അമ്മ ആനന്ദത്തോടെ തുറന്നു പിടിച്ച കണ്ണുകളോടെ ആകാംക്ഷയോടെ നോക്കുമ്പോൾ അടുത്ത വാക്ക്, ഞാൻ ഒരു പുരുഷപ്രജയെ ഗർഭം ധരിച്ച് പ്രസവിക്കും. അമ്മയ്ക്ക് ചിന്താക്കുഴപ്പം. നീ എന്താ പറയുക? വിഡിത. അങ്ങനൊന്നും പറയല്ലേ. കാരണം അതിവിടെ സഹിക്കാൻ പറ്റില്ല. ആ അമ്മയല്ല ഏതൊരമ്മയും ഇതേ പറയൂ. ആൾ പറഞ്ഞങ്ങനല്ല. എൻ്റെ ഉള്ളിൽ ആ ദൂതൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ, ഞാൻ സമർപ്പണം ചെയ്ത മാത്രയിൽ ആ പുരുഷപ്രജ ഉരുവാകുന്നത് എൻ്റെ തിരാനരമ്പുകളിലൂടെ ഞാൻ അറിഞ്ഞു. ഇതാ സംസാരിക്കുമ്പോഴും ഉള്ളം തുടിക്കുന്ന ഒരാനന്ദ നിർവൃതിക്ക് എൻ്റെ ശരീരം വഴങ്ങുകയാ. ഞാൻ പോകുന്നത് വിശദീകരിക്കാനാവാത്ത ഒരാത്മസുഖത്തിൻ്റെ നിർവൃതിയിലാണ്. അമ്മ പറഞ്ഞു, ആരോടും പറയില്ലതൊന്നും. അങ്ങനൊന്നും പറ്റില്ല. തെറ്റാ നീ പറഞ്ഞേ. സാധിക്കില്ല. ഒരു സ്ത്രീക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു ദൂതനും ഇങ്ങനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. നിനക്കെന്തോ അബദ്ധം പറ്റി. ഇതിനെ മനഃശാസ്ത്രം ഹാലൂസിനേഷൻ എന്നാ പറയുക. എന്തൊക്കെയോ തെറ്റായ തോന്നലുകൾ വരുന്നു. ദൂഷകമായ കാഴ്ചകൾ കണ്ടെന്ന്, ദൂതൻ വന്നെന്ന്. യു കനോട്ട് പ്രൂവ്. സയന്റിഫിക്കലി യു കനോട്ട് പ്രൂവ്. സ്പിരിച്വലായൊരു തെളിവ് വേണ്ടേ? ചരിത്രത്തിൽ എവിടെങ്കിലും നിന്റെ മുമ്പ് ഒരു സ്ത്രീ ഇതുപോലെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? തന്നില്ല. ഇങ്ങനൊരു സംഭവം അറിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാവരും. നിന്നെ നാട് കുറ്റവാളി എന്നെണ്ണം. കുഞ്ഞിതാരോടും പറയരുത്. നിനക്കിതൊന്നും സംഭവിക്കില്ല. എന്തോ തെറ്റാണ് നിനക്ക് പറ്റിയേ. സ്വാഭാവികമായിട്ട് ഈ സ്ത്രീ ഇത് പറയാനിടമുള്ള ആൾ തൻ്റെ ഭർത്താവാണ്. അതായത് മറിയുടെ അച്ഛൻ. അദ്ദേഹത്തോട് പറയാം. ഇതേ കാര്യം പറഞ്ഞു. മോളിങ്ങനൊരു വാർത്ത പറഞ്ഞു. അയ്യോ, വിളിക്കവളെ. വിളിച്ചു. നീ എന്താ പറഞ്ഞേ? ആവർത്തിച്ചേ. അതെ, പപ്പടരിയിൽ പറയാ. പപ്പ ഇഷ്ടപ്പെട്ട മോളാ ഇത്. അതിൻ്റെ അനിയത്തി ഒരാൾ വളർന്നു വരുന്നുണ്ട് അവിടെ. ശലോമി എന്നാണ് പേര്. ആകാംക്ഷയോട് അവൾ നോക്കി നിൽക്ക പറയാ, അത്യുന്നതൻ എൻ്റെ മേൽ നിരുത്തൻ്റെ സാന്നിധ്യം എൻ്റെ മീത വന്നു. പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് ഞാൻ ഒരു പുത്തൻ അനുഭവത്തിലൂടെ കടന്നുപോയി. ഒരു പുരുഷപ്രജ എൻ്റെ ഉദരത്തിലൊരുവായി. 10 മാസം ഞാൻ കാത്തിരിക്കുന്നു. സമയമെത്തുമ്പോൾ ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കും. അപ്പൻ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, നോ, ആവർത്തിക്കല്ലേ, ഇത് തെറ്റല്ലേ നീ പറയുന്നേ? എന്താ നീ പറയുന്നേ? മാത്രമല്ല, നിന്നെ ഒരുവന് വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുക, യോസഫ്. എന്താ പറയുക? ഞാൻ എന്താണ് ഇത്രയും പറഞ്ഞേ? ഏത് വീട്ടിൽ അംഗീകരിക്കും ഈ സ്ത്രീയെ? നിങ്ങളുടെ വീട്ടിൽ പറ്റുമോ? എൻ്റെ വീട്ടിൽ പറ്റുമോ ഇങ്ങനൊരു പെണ്ണ് പറഞ്ഞാൽ? എന്ത് ദൈവകൃപ കൊണ്ട് പറഞ്ഞാലും അംഗീകരിക്കുമോ? സാധിക്കില്ല. അവൾക്ക് സന്തോഷം. എന്താ സന്തോഷത്തിൻ്റെ കാരണം? അവൾക്കറിയാം, ഞാൻ ഉദരത്തിൽ കൊണ്ടു നടക്കുന്നതേ ഒരശുദ്ധിയുടെ സന്താനമല്ല. അശുദ്ധിയുടെ സന്താനമല്ലെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ വിശുദ്ധി എൻ്റെ ചെറിയ ഉദരത്തിൽ രൂപപ്പെട്ടു വരുന്നു. വിശുദ്ധിയുടെ നിറകുടമായവൻ, അതിൻ്റെ പൂർണ്ണതയായവൻ എൻ്റെ ഉള്ളത്തിൽ രൂപപ്പെട്ടു വരുന്നു. അവന് തുല്യനായി ഒരുവനുമില്ല. ആ സുഖാനുഭൂതിയിലൂടെയാ എൻ്റെ യാത്ര. എന്നല്ലേ മറിയക്കൊരു ബ്രദറുണ്ടെന്ന് കരുതുക. അയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടറിയോ? അത് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. ഈ കുറേ ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റായൊരു പെൺകുട്ടിയുടെ ശരീരചര്യകളും അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ വളർച്ചകളും ഉദരത്തിൻ്റെ വികാസവുമൊക്കെ ശ്രദ്ധിക്കുന്ന അമ്മയുണ്ട്. ഇനി അടക്കി വെച്ചുകൂടാ. അവളുടെ ഉദരം വലുതാകുന്നു, അവളുടെ ശരീരഭാവങ്ങൾ വ്യത്യാസം വരുന്നു, അവൾ ഗർഭവതിയാണ്. ഇവളെ കണ്ട് അയൽക്കാരെന്ത് പറഞ്ഞു കാണും? അയൽക്കാർ പറഞ്ഞു, ഭയങ്കരമായി, ഒരുത്തന് കല്യാണം നിശ്ചയിച്ച പെണ്ണ, ഇവൾ തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൻ തെരുവിലൂടെ പോകുമ്പോഴൊക്കെ നാട്ടുകാർ പരിഹസിക്കും. ബ്രദർ വഴി പോകുമ്പോൾ പറയും, ദാണ്ട അവളുടെ ബ്രദർ
അനുജത്തി പോകുമ്പോൾ നാട്ടുകാർ കൂവി വിളിക്കും. ആ നാട്ടിൽ ഇത്രയും പരിഹാസപാത്രമായൊരു വീടില്ല. അപ്പനിടയ്ക്കൊക്കെ ചോദിക്കും, കുഞ്ഞേ നിനക്ക് എന്താ പറ്റിയേ, നീ ആരാ, എന്താ സംഭവിച്ച, തുറന്നു പറ, പരിഹാരം. അവൾ സന്തോഷത്തോടെ പറയും, അപ്പാ എൻ്റെ മുഖത്തേക്ക് നോക്ക്. തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചൊരു കുറ്റബോധത്തിൻ്റെ ലാഞ്ചന എൻ്റെ കണ്ണുകളിൽ കാണാൻ പറ്റുമോ? ഇല്ല. ഒടുക്ക അപ്പനും മനസ്സിലാകുമെന്ന് വെച്ചോ, അവളിലെ ആ വിശുദ്ധിയുടെ തീവ്രത ആ കുടുംബം അംഗീകരിക്കാൻ ബാധ്യസ്ഥരായി കാണും. നാട് കളിയാക്കട്ടെ, സമൂഹം ഒറ്റപ്പെടുത്തട്ടെ, ക്രിസ്തു ഉള്ളിലുരുവായ യാതൊരാൾക്കും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. യേശുവിനെ കണ്ടിറങ്ങിയ നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടേക്കാ, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടേക്കാ, സഹപ്രവർത്തകരുടെ മുമ്പിൽ, കാണുന്നവരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. അപ്പോഴും ഭക്തൻ പറയണം, ഞാൻ തനിച്ചല്ല, ആരും കാണാത്ത ദൈവകൃപയുടെ സുഗമമായ അനുഭൂതികളിലൂടെയാണ് എൻ്റെ ജയത്തിൻ ക്രിസ്തീയ ജീവിതം. ആർക്കും തോൽപ്പിക്കാനാവാത്ത ആ ജീവിത വഴിത്താരയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരാനന്ദമുണ്ടൊരു സന്തോഷം. അവിടുന്ന് പോകും വഴിക്ക് ഒരു ദിവസം അവിടെ ഒരു കസിനെ കണ്ടു, എലിസബത്ത് എന്ന പേര്. എലിസബത്തിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, അവൻ്റെ പേരാ യോഹന്നാൻ. നമ്മൾ സ്നാപക യോഹന്നാൻ എന്ന് വിളിക്കും. എലിസബത്തെ മറിയ ദൂരം നിന്ന് വരുമ്പോൾ കണ്ടപ്പോൾ തൻ്റെ കസിനല്ലേ വരുന്നേ, പുഞ്ചിരിയോടെ ചൊല്ലുമ്പോൾ മറിയ വന്ദനം പറഞ്ഞു. വന്ദനം കേട്ട എലിസബത്ത് പറയും, എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ വന്ദന സ്വരം എൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ ഇല്ല. അതാ ക്രിസ്ത്യജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. ക്രിസ്ത്യജീവിതം ആനന്ദ നിർഭരമാണ്, അത് അനുഭവിക്കാനുള്ളതാണ്. ക്രിസ്ത്യജീവിതത്തിൻ്റെ സുഖകരമായ ആ വഴിയിലൂടെ സഞ്ചരിക്കാത്തവർക്ക് അതിൻ്റെ മനോഹാരിത പിടികിട്ടൂല. അതുകൂടാതെ ഒരാളെങ്കിലും ഈ രാത്രി ദൈവവചനം കേൾക്കുന്നെങ്കിൽ അടുത്തു വരിക. സുഖസ്പർശം കൊണ്ട് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന, സ്വാന്തനപ്പെടുത്തുന്ന ദൈവപുത്രൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. കർത്താവ് തൊടാതെ ഒരാളും ഇന്നിവിടം വിട്ടു പോകരുത്. ദൈവ സാന്നിധ്യം കൂടാതെ ആരും ഇവിടം വിട്ടു പോകരുത്. ഇതാ മറിയയ്ക്ക് വലിയ സന്തോഷമായി. കാരണം എന്താ, എന്നെ തിരിച്ചറിഞ്ഞ ഒരാളിവിടെ ഉണ്ട്, എൻ്റെ കസിൻ എലിസബത്ത്. അവൾക്കുമുണ്ടൊരു കുട്ടി. ആളുകൾക്ക് കാരണം എന്താ, വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു വാഗ്ദത്ത പുത്രനെ പ്രസവിക്കാൻ പോകുകയാ, ഒരു പുരോഹിത കുടുംബ, അവൾക്ക് ഭർത്താവുണ്ട്. എന്നാൽ കാലം മറ്റൊന്ന് കരുതി വച്ചിരുന്നു, കാലം മറ്റൊന്ന് സൂക്ഷിച്ചു വച്ചിരുന്നു. കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മനുഷ്യൻ, സ്ത്രീ പ്രസവിച്ച മനുഷ്യരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനെന്ന് യേശു സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യപ്പെടുത്തില്ലേ, അങ്ങനെ മഹാനെന്ന് അനുഭവപ്പെട്ട ധനനായ യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് കാലമേറെ കഴിഞ്ഞിട്ട് പറയുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, കുനിഞ്ഞവൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ലോകം പ്രകീർത്തിച്ച യോഹന്നാൻ, സമൂഹം പ്രകീർത്തിച്ച യോഹന്നാൻ, ലോകം പരിഹസിച്ച ക്രിസ്തുവിനെ നോക്കിയിട്ട് പറയുക, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. ആ ദൈവപുത്രനെയാ ഞങ്ങൾ ഇന്ന് രാത്രി ആരാധന ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഉലകത്തോട് വിളിച്ചു പറയുക, അവന് തുല്യനായി ആരുമില്ല. ആരാധനയ്ക്ക് യോഗ്യനാണ് ആ ദൈവത്തിന്റെ പുത്രൻ, അനുഗമിക്കാൻ കൊള്ളാകുന്നവനാണ് ആ ദൈവത്തിന്റെ പുത്രൻ. ആ ദൈവപുത്രന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് രോഗശാന്തിയായി, ദൈവകൃപയായി, സ്വാതന്ത്ര്യമായി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ നാവിലൂടെ ദൈവപുത്രൻ ഉയർത്തുമ്പോൾ അവിടുന്ന് വിളിച്ചു പറയുക, കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ എന്നിലും ബലവാൻ, എന്നിലും ശക്തൻ, എന്നിലും ശ്രേഷ്ഠൻ. ഇങ്ങനെ വാഗ്ദത്തപുത്രനായ യേശുക്രിസ്തു പിറവി കൊള്ളാൻ കരുതി വച്ചിരുന്ന ഉദരമാണ് വിശുദ്ധ മറിയത്തിൻ്റെ. ഈ മറിയം പേർവഴി ചാർത്തണമെന്ന നിയമം കേട്ട് ഭർത്താവിനോട് ചോദിച്ചാണ്. ഇതിനിടയ്ക്കൊരു കാര്യമുണ്ടേ, യോസഫ് ഒരു നല്ല മനുഷ്യരായിരുന്നു, മാന്യൻ. എന്താ ഒരു മാന്യൻ്റെ ലക്ഷണം? പ്രശ്നം ഉണ്ടാക്കല്ല ഇത് കേട്ടാൽ. ഇങ്ങനൊരു വാർത്ത കിട്ടൂ. ക്ഷമയാണ് മാന്യതയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത, ക്ഷമിക്കാനുള്ളൊരു കഴിവ്.
സഹിക്കാനുള്ളൊരു കഴിവ്. സഹനം മാന്യതയുടെ ഒരു ഭാഗമാണ്. നമുക്ക് വേണ്ട, പക്ഷെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കണ്ട. അവരൻ്റെ സുഖമാണൊരു മാന്യൻ്റെ ലക്ഷണം. അങ്ങനെയാണ് അവരനെ കൂടുതൽ, അവൻ്റെ ക്ഷേമമാണ് ഒരു മാന്യൻ്റെ ലക്ഷണം. നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് തിരിച്ചാണ്. എക്സാമ്പിള്, നമ്മളൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്. ഈ കുപ്പി 20 ഉറുപ്പ്യ കൊടുത്തൊരു വെള്ളം വാങ്ങുന്ന, 20 ഉറുപ്പ്യ കൊടുത്തൊരു കുപ്പി വെള്ളം വാങ്ങിയ ആൾ വളരെ മാന്യനായിട്ടാണ് ആളുകൾ കൂട്ടുന്നത്. അത് ആ വഴിയിലേക്ക് ഇറുക്കിയെടുക്കാൻ കുറേ മനുഷ്യർ ഇതുവഴി വരും. അവരെ കണ്ടാൽ നമുക്ക് എന്തോ കുറവുള്ള മനുഷ്യരായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പം മാലിന്യം ഉണ്ടാക്കിയ ആൾ മാന്യനും അത് ക്ലീൻ ചെയ്തെടുത്ത ആൾ എന്തോ കുറഞ്ഞ ആളുമായിട്ടാണല്ലേ. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടെ ഒത്തിരി മാന്യന്മാരായ ആളുകളുണ്ട്. അവരാ ഹോസ്പിറ്റലിൽ മുഴുവൻ മലിനമാക്കുന്നുണ്ട്. നടന്നും അനാവശ്യ സ്ഥലങ്ങളിൽ തുപ്പിയും ദിനകൃത്യങ്ങൾക്ക് ശേഷം ടോയ്ലറ്റ് വൃത്തിയാക്കാതെയും ഒക്കെ പോകുന്ന ആൾ മാന്യനാണ്. അത് ക്ലീൻ ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുണ്ട്. അവരെന്തോ നിലവാരം കുറഞ്ഞ ആളാണ്, എന്തോ കുറവുള്ള ആളാണ്. ഇതാണ് നമ്മൾ തീന്മേശയിൽ നല്ല വിഭവങ്ങൾ കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന നമ്മൾ മാന്യനും കരിപിടിച്ച കലങ്ങൾക്ക് നടുവിൽ കിടന്ന് അധ്വാനിക്കുന്ന, ചായ കുടിച്ച പാത്രം നീട്ടില്ല. നമുക്ക് എത്ര പരിവാരങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇത്തരം ചിന്താഗതിയിൽ നിന്ന് അധികം മാറ്റമായിട്ടില്ല. എന്തിനാ പറഞ്ഞേ? യോസഫ് ഒരു മാന്യനാണ്. അങ്ങനെ പറഞ്ഞു, വാർത്തയൊക്കെ അറിഞ്ഞു. യോസഫ് പറഞ്ഞു, അതിപ്പോൾ ആ പെണ്ണിനെ ഒത്തിരി പരിഹസിക്കണ്ട, എന്തുവാട്ടെ, നമുക്കുള്ള അങ്ങ് വിട്ടുകളഞ്ഞേക്കാം, പ്രശ്നം തീർന്നല്ലോ. അവളായി അവിടെ പാടായി, അവിടെ ഭാവിയായി, ഇത് പോട്ടെന്നേ. എന്തിനാണ് ഈ കുടുംബക്കോടതി? ഇതിനാണെന്ന് ഈ കേസും വഴക്കൊക്കെ? പോയൊരു പോട്ടെ, ജീവിക്കുന്നവർ ജീവിക്കുക. അങ്ങനെ പോയി നിർത്താരും ആത്മഹത്യ ചെയ്യണ്ട, പോയൊരു പോട്ടെ. മനസ്സിലായില്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പോയൊരു പോട്ടെ, പോയൊരു പോട്ടെന്ന്. നമ്മുടെ ജീവിതം വിലപിടിപ്പുള്ളതല്ലേ? നമ്മുടെ ജീവിതം വിലപിടിപ്പുള്ളതാണെന്ന് അതോർത്ത് പ്രാർത്ഥിക്കണം. ആ ജീവിതം തന്ന ദൈവത്തിന് സഹനം അതൊരു കൃപയാണെന്നേ, അതൊരു വലിയ കൃപയാണ് സഹനം. നീ പോകുന്ന മനുഷ്യരെ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ട് പോവുക, അതിനെ കളഞ്ഞിട്ട് പോവുക. മാവേലിക്കരയിൽ ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്, IM എന്നതിൻ്റെ പേര്, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇവിടുന്നൊക്കെ ആളുകൾ അവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അവർക്കൊരു ഓർഫനേജ് ഉണ്ട്. അവിടെ ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. അപ്പോൾ ഇവിടെ അഡ്മിഷൻ ക്ലോസ്ഡാണ് ഈ ഓർഫനേജിൽ. അവർ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവരെ ഒന്ന് എടുക്ക്. സാറ് പറഞ്ഞു, ഇവിടെ ഓപ്ഷൻ ഇല്ല, കാരണം ഇവർക്ക് ഫുഡ് കൊടുക്കണം, താമസിപ്പിക്കണം, ഇവിടെ ക്ലോസാണ്. കേട്ട് ഒത്തിരി നിർബന്ധിച്ചിട്ടും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ എവിടെ അന്വേഷിക്കാം, നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് അർത്ഥമില്ല, കാരണം ഞാനിതൊരു നടത്തിപ്പുകാരനാണ്, എൻ്റെ പിന്നിൽ ആളുകളുണ്ട്, ചോദിക്കണം, ഇതൊരു കമ്മിറ്റിയൊക്കെയാണ്, ഇടയില്ല അവിടെ. PC പറഞ്ഞു, സാറില്ല സാർ, ഞാൻ നോക്കിക്കോളാം, ഞാനിവർക്ക് ഒരല്പം പാല് വാങ്ങി വരട്ടെ, ഇപ്പോൾ ഫുഡും ഒക്കെ, എങ്കിൽ ട്രെയിനിൽ കയറി പോകണം, തിരിച്ചു പോകണം, വളരെ ദൂരം നിന്നാ. ഞാനടുത്തിരിക്കുക, എനിക്കും ദുഃഖം തോന്നി. നമ്മുടെ മുമ്പിലും സ്ഥാപനങ്ങളും വല്ലതും ഉണ്ടോയെന്ന് ഞാനിങ്ങനെ അന്വേഷിക്കുക. അവർ പാലും റൊട്ടിയൊക്കെ വാങ്ങി വരാം, മക്കൾ ഇവിടെ എഴുതുന്നു. ഒരു കുഞ്ഞിനൊരു 4 വയസ്സ് കാണും, മൂത്തവനൊരു 7 വയസ്സ് കാണും. രണ്ടുപേരോട് ഇരിക്കുക. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കയറി, ക്ലാസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു 5 മണിയായി, ഈ സ്ത്രീ വന്നില്ല. 6 മണിയായി, വന്നില്ല. എനിക്ക് പോകണം. അവിടെയൊക്കെ തപ്പി, അവരില്ല, പരിസരത്തില്ല. ഈ 2 കുഞ്ഞുങ്ങൾ അവിടെ ആക്കി. അന്ന് പോയ സ്ത്രീ ഈ 10-11 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. അവൾക്ക് താല്പര്യം തോന്നിയ ഒരാൾക്കൊപ്പം പോയി. ഈ 2 മക്കളെ കളഞ്ഞു. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ചുണക്കുട്ടികളായി. അവരെടുക്കാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കൊരു കാര്യം പറയാം, പോയവരൊക്കെ പോട്ടെ, ശേഷിക്കാൻ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്, ഒരു ഉത്തരവാദിത്തം. ഇത്തരം കാര്യങ്ങളാലൊന്നും ആരും മരിക്കരുതെന്നേ, ആരും നശിക്കരുത്. ആരും നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ടൊരു രക്ഷകനുണ്ട്. ഏതനാഥനും അത്താണിയായൊരു ശാശ്വത ഇടം യേശു ക്രിസ്തുവിലുണ്ട്. ആ യേശുവിലാണ് നമ്മുടെ അഭയം. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ യോസഫ് തീരുമാനിച്ചു, ഗൂഢമായി ഉപേക്ഷിക്കുക, കളഞ്ഞേക്കുക.
ആരും അറിയണ്ട. അതൊരു മാന്യരുടെ ലക്ഷണം. ആ പെണ്ണിന് ദോഷം വേണ്ട. ഞാൻ എൻ്റെ വഴി, നീ നിൻ്റെ വഴി. ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് മറിയയുടെ അരികിൽ വന്ന ദൂതൻ യോസഫിൻ്റെ അരികിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. മറിയ എന്ന് പറയാമെന്ന് വിചാരിക്കുക, പണ്ടേ അല്ലയോ ദൈവദൂത, ദൂതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല. യു പ്ലീസ് ചൂസ് സംബഡി എൽസ്. നീ മറ്റൊരാളെ തിരഞ്ഞെടുക്കും, എന്നൊന്ന് ഒഴിവാക്ക്. ദൂതം കാല് പിടിക്കോ? അയ്യോ, നിന്നെ ഇല്ലാതെ പറ്റിയില്ലെന്നാ ദൈവം പറഞ്ഞേക്കാൻ. നിന്നെ ഇല്ല. ദൂതൻ ചെന്ന് കർത്താവിനോട് പറയത്തുള്ളൂ, അവൾ വില്ലിങ്കല്ല. ഓ വേണ്ട, നിന്റെ ഭാഗ്യാവസ്ഥ നീ തട്ടിത്തെറിപ്പിച്ചു, നീ വേണ്ട. യോസഫ് ഇതുപോലെ പറയുക, കർത്താവേ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ വയ്യാ. നീ ഞാനൊരു പുരുഷനല്ലേ, നാട്ടുകാർ പരിഹസിക്കില്ലേ, പിന്നെ ഞാൻ അവളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, അവളുടെ വഴിക്ക് അവളെ ജീവിക്കട്ടെ. ദൂതൻ പറഞ്ഞു, നോ, നിനക്ക് മാറാൻ പറ്റില്ല. നിന്നെ ഞാൻ പിടിച്ച് ഇവിടെ തന്നെ ആക്കും, നീ തന്നെ അവളെ കെട്ടും. അതെന്താ അങ്ങനെ? പറയാം. മറിയയ്ക്ക് പകരം വേറൊരു യുവതി അവിടെ വന്നാലും മനസ്സിലായോ? 28ാം തലമുറയിലെ അനുഗ്രഹീതനായ രാജാവാണ് യോസഫ്. ഭരണമില്ലെന്നേ ഉള്ളൂ, രാജാവാണ്. രാജാവാകേണ്ട ആളാണ് ഇപ്പോൾ. പക്ഷേ നിർധന കുടുംബത്തിൽ അംഗമായിപ്പോയി, തട്ടി തകർന്നു പോയി. യോസഫേ, നീ യേശുവിൻ്റെ വളർത്തച്ഛനായെങ്കിൽ മാത്രമേ യേശുവിന് ദാവീദ് പുത്ര എന്ന വിളിപ്പേര് യോജിക്കുകയുള്ളൂ. മനസ്സിലായോ? ഈ പേര് യോജിക്കണമെങ്കിൽ നീയാണ് വളർത്തച്ഛൻ, നിന്നെ വിടൂല. സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോൾ യോസഫിന് വലിയ സന്തോഷം. ദൂതൻ കാതിൽ പറഞ്ഞു കാണാൻ, നിന്നെ ഒരുത്തിനും അവമാനിക്കാനൊന്നും പോകുന്നില്ല. ഇന്ന് രാത്രി ഇവിടുന്ന് യോസേഫിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമാണോ സന്തോഷമാണോ? കഴിഞ്ഞ 2000 ആണ്ടുകളായി ഉലകം മുഴുവൻ അറിയുന്നത് അവൻ യോസേഫിൻ്റെ പുത്രൻ. യോസേഫിന് അഭിമാനം. ഉലകത്തിൻ്റെ രക്ഷകൻ എൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്നത് തനിക്ക് സന്തോഷമായി. അങ്ങനെ സ്വീകരിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ്റെ പേരാ യോസേഫ്. ഈ ഘട്ടത്തിലാണ് മറിയ പൂർണ്ണ ഗർഭവതിയാകുന്ന വിഷയത്തിലേക്ക് വരാം. 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ കിടക്കുന്ന റോമൻ സാമ്രാജ്യത്തിലെ ഓരോ പ്രജകളും താങ്കളുടെ ജന്മഭൂമിയിൽ ചെന്നിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം, പേർവഴി ചാർത്തണം. അവിടെ ഗർഭവതി എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല, രോഗി എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. ഇത് നിയമ. മറിയ പറഞ്ഞു, എനിക്ക് കൃപ ലഭിച്ചവളാ. ഈ കൃപയ്ക്ക് മുമ്പിൽ ഈ നിയമം വഴിമാറാത്തെന്താ? കൃപയ്ക്ക് മുമ്പിൽ അവഗണന വഴിമാറാത്തതെന്താ? കൃപയ്ക്ക് മുമ്പിൽ സാധ്യതകൾ തെളിഞ്ഞു വരാത്തതെന്താ? നമ്മളൊക്കെ പഠിച്ചത് കൃപ എന്ന് പറഞ്ഞാൽ സകലതും ഫ്രീയായി കിട്ടുന്ന ഒരിടം, ആവശ്യാനുസൃതം എന്തൊക്കെയോ കിട്ടുന്ന ഇടം, നിയമങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി മാത്രമായി വഴങ്ങുന്ന വിധത്തിൽ നിയമമാക്കി തീർക്കുന്ന ഒരിടം അല്ലല്ല. കൃപ ലഭിച്ചവൾ വീട്ടിലൊറ്റപ്പെടാറിൽ, ഉത്തരാഖണ്ഡിൽ, ഛത്തീസ്ഗഡിൽ, ഇന്ത്യയുടെ പലയിടങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവമക്കൾ ജയിലിൽ കിടക്കുന്നത് എന്തിനാ? ഈ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ, യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, യേശു ദൈവപുത്രൻ എന്ന് ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്ന ഞങ്ങളിവിടെയുണ്ട്. ആ വഴികാട്ടലിലൂടെ യാത്ര ചെയ്ത് യോസഫിനൊപ്പം പോവുക, പേർവഴി ചാർത്താൻ പോവുക. കടുകട്ടിയായ നിയമങ്ങൾ തലയ്ക്ക് മീതെ തൂങ്ങിയാടുമ്പോൾ നമ്മളും ചിന്തിക്കും, എന്തു ചെയ്യും? നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ന് സ്നാനപ്പെടണമെങ്കിൽ കളക്ടറുടെ അനുമതി വേണം. എന്തിനാണിതെന്നറിയില്ല. ഏത് ഭരണഘടനയിലും സുവിശേഷം പറയുന്നതിനോട് ഇത്ര വെറുക്കുന്നത് എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യരേറ്റവും നമ്മളെ വെറുക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് പഠിക്കണം. കട്ടെടുത്തോ? നമ്മൾ രക്തം ചിന്തി അവനെ കൊലപ്പെടുത്തിയോ? എവിടെങ്കിലും ഒരു യോഗത്തിൽ ആഹ്വാനം ചെയ്തോ തിരിച്ചടിക്കാൻ? ആക്രമണ സന്നദ്ധരായി വരുന്ന മനുഷ്യരെ നോക്കിയിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ക്ഷമ കൊടുക്കുന്ന, സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒറ്റ മാർഗമേ ഉലകത്തിലുള്ളൂ. അതിൻ്റെ പേരാണ് സുവിശേഷം.
തകരപ്പെട്ട ജീവിതങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന സന്ദേശം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ആ സുവിശേഷം പറയുന്നു. ഒരിക്കൽ കൂടെ ഈ യോഗം സുവിശേഷം പറയാനാ, ഗ്രാമം സുവിശേഷം കേൾക്കാനാ. പ്രിയരേ, വഞ്ചനയുടെ ഇരുട്ടിൻ്റെ ശക്തമായ പൈശാചിക പോരാട്ടങ്ങൾ നടുവിലൂടെ കടന്നു പോകുന്ന 100 മനുഷ്യർ വെളിത്തെരുവിൽ നോക്കൂ. മദ്യം കഴിച്ച് സന്തോഷം നഷ്ടപ്പെട്ട രാവുകളിലൂടെ കടന്നു പോകുന്ന എത്ര വീടുകൾ, ഏങ്ങി കരയുന്ന എത്ര കുട്ടികൾ. ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകേണ്ട കുട്ടിയാ, സയൻറ്റിസ്റ്റ് ആകേണ്ട കുട്ടിയാ, കലാവൈഭവമുള്ള കുട്ടിയാ. പക്ഷെ വീട്ടിലേക്ക് വന്ന സമാധാനമില്ല. സുവിശേഷം പറയുമ്പോൾ ആ വീട്ടുകാരൻ പാപബോധം വന്നിട്ട് മാനസാന്തരമുള്ളവനായി മാറി പറയുക, ഞാൻ നിർത്തി, എനിക്കിനി കുടിക്കണ്ട, ഭാര്യയെ തല്ലണ്ട, എനിക്ക് മക്കളെ സ്നേഹിക്കണം, ആ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. ഇങ്ങനെ മദ്യപാനം നിർത്തിയ, വെറിക്കുത്തുകൾ നിർത്തിയ, ഗുണ്ടാപ്പണി നിർത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ഈ സുവിശേഷം നിമിത്തം. ഈ സ്റ്റേജിലിരിക്കുന്ന നിവാസന്മാരെ, ഓഡിയൻസിൻ്റെ കൂടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഒന്നോർക്കണം. ഒരു ഡി അഡിക്ഷൻ സെൻ്ററിനും ചെയ്യാൻ കഴിയാത്ത വലിയ ദൗത്യമാണ് ഓരോ സുവിശേഷ പ്രസംഗകനും ചെയ്യുന്നത്. ഇവരെ മോചിപ്പിച്ച് നമുക്ക് ജയിലറയും കല്ലീറും കൊണ്ട് ജീവിതം ഈ വിധത്തിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജയിലുകളിൽ അടച്ചു തോൽപ്പിക്കുമ്പോൾ ആ ജയിലുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല സുവിശേഷത്തിന് ബന്ധനമില്ല. ബന്ധിക്കാനാവാത്ത സുവിശേഷം, അത് വിമോചനം കൊടുക്കുന്ന സുവിശേഷം, അത് ബന്ധനസ്ഥരെ അഴിച്ചുവിടുന്ന സുവിശേഷം, അത് കെട്ടപ്പെട്ടവന്റെ കെട്ടുകൾ അറുത്തുമാറ്റി അവനെ സ്വതന്ത്രനാക്കുന്ന സുവിശേഷം. ആ സുവിശേഷമാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ചൈതന്യം. ഇതാ പേർവഴി ചേർത്താൻ യോസേഫും മറിയും പോകും വഴിക്ക് വഴിയോരത്ത് വച്ച് പ്രസവ ലക്ഷണങ്ങൾ കാട്ടുന്ന ഈ യുവതിയും കൊണ്ട് രാത്രി വീടുകളുടെ മുമ്പിൽ ചെല്ലുന്നു. ഒരു യുവാവും യൗവനക്കാരിയായ ഒരു സ്ത്രീയും ചെന്നിട്ട് പറയാ, ഈ വീട്ടിൽ ഞങ്ങൾക്ക് എവിടെങ്കിലും വന്ന് അന്തി ഉറങ്ങാൻ. അവളുടെ അവസ്ഥ കണ്ടില്ലേ? അവരെ നോക്കിയ മനുഷ്യരൊക്കെ ഒഴിവാക്കി. ചെല്ലു പറയും, അയ്യോ സാധിക്കില്ല, ചെറിയ വീടായത്. അടുത്ത വീട്ടിൽ ചെല്ലും, അവരുടെ വീടൊക്കെ വലുതാണ്, പക്ഷേ വീട്ടുടയവനിടില്ല. ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ സംഭവിച്ചു പോയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം പറയാൻ വയ്യ, ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ. മാറി മാറി പോകുമ്പോൾ ഓർക്കണം, എല്ലാവർക്കും വേണ്ടി റിസ്ക് എടുത്തവനെ ഇന്ന് രാത്രി ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാ, ഈ വേദനയും അവൻ ചുമന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞ് പോകുമ്പോൾ കുറേ കഴിഞ്ഞ് മറിയയ്ക്കതൊരു ശീലമായി, യോസേഫിനതൊരു ശീലമായി. ഇനിയിപ്പോൾ അവർ മുട്ടുന്ന പ്രതീക്ഷയില്ലാതാ. കിട്ടിയാലായി. ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല, സ്വാന്തനപ്പെടുത്താൻ ആരുമില്ല. ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. തോറ്റു തുന്നം പാടിയവരെ ആർക്ക് വേണം? പണം നഷ്ടപ്പെട്ടവനെ ആർക്ക് വേണം? കുടിച്ചു കൂത്താടി തകർന്നവനെ ആർക്ക് വേണം? വഴിയോരത്ത് അന്തി ഉറങ്ങുന്നവനെ ആർക്ക് വേണം? അവഗണിക്കപ്പെട്ടവരെ ആർക്ക് വേണം? ആർക്കും വേണ്ടാതെ ചണ്ടി സമാനം തകർന്ന് വീണ് കിടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് പറയുക, ആ തകർച്ചകളുടെ കൂമ്പാര കൂനയിൽ നിന്ന് നിന്നെ പിടിച്ചുയർത്തി മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരുവനെ ഉലകത്തിലുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. 2000 ആണ്ടുകളായി മനുഷ്യരാശി ഇത്തരം തകർച്ചകളിൽ നിന്ന് കരം നീട്ടിപ്പിടിക്കുന്ന ആ കരം കൊണ്ട് അവരിന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചു പോകാതെ ഈ കർത്താവിന്റെ കരങ്ങളിൽ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആർക്കാണ് മനസ്സ്? ഇത് പ്രിയരേ, വഴിയോരത്ത് എവിടെയോ യേശുവിന് ജന്മം കൊടുത്തു. ആളുകൾ അറിയാതെ പാട്ടുപാടാറുണ്ട്, അവൻ പുൽക്കൂട്ടിൽ ജാതനായി എന്നൊക്കെ. തെറ്റാണ്. പുൽക്കൂട്ടിലൊന്നും യേശു ജനിച്ചു എന്ന് ബൈബിളിൽ വാക്കിയില്ല. യേശു ജനിച്ച ഇടം എവിടെയെന്ന് ആർക്കും അറിയില്ല. ഇന്ന് ബേത്ലഹേമിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് യേശു ജനിച്ച എവിടെയാ. അതൊന്നും അത്ര പ്രസക്തമല്ല. കാരണം വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ അവനെ പശുത്തൊഴുത്തിൽ കിടത്തി. പശുക്കൂട്ടിൽ ഈ പുൽക്കുട്ടി കിടത്തിയതേ. വഴിയമ്പലത്തിൽ ഇടമില്ല. അപ്പം ഡെലിവറി വഴിയിൽ എവിടെയോ കഴിഞ്ഞു, കിടത്താനായതൊന്ന്. അപ്പോഴാണ് ഒരു പേടകം
കന്നുകാലികൾ തീറ്റ കൊടുക്കാനുള്ള ഒരു തടിപ്പെട്ടിയാണ്. മറ്റൊരെങ്ങും ഇടയില്ല. പുല്ല് വിരിച്ച് മെത്ത പോലൊരുക്കി മനോഹരമാക്കിയ ആ പുൽക്കൂട്ടിൽ കന്നുകാലികൾക്കൊപ്പം അവനെ കിടത്തി. ഇതിലൊന്നും ആക്ഷേപം വേണ്ട. പെരുവഴി കിടക്കുന്നവൻ്റെ ദുഃഖവും മനസ്സിലാക്കാൻ കഴിയുന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അവഗണിക്കപ്പെട്ടവൻ്റെ ദുഃഖം അവനിന്ന് തിരിച്ചറിയുന്നു, ഒറ്റച്ചറിയുന്നു. നമ്മുടെയൊക്കെ രോഗം പരിശോധിച്ചറിയാൻ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ECG എടുക്കാൻ പറയും. എനിക്ക് നിങ്ങൾ കാണുന്ന പോലെ ചില പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായി. അതിൻ്റെ ഒരു സിംറ്റംസൊക്കെ ബാക്കിയുള്ളൂ. ECG എടുക്കാൻ ആദ്യം പറയുക. പിന്നെ പറയും സ്കാൻ ചെയ്യണം. എക്സ്റേയും സ്കാനും ഒക്കെ ഇങ്ങോട്ട് എഴുതും. ഈ ഹൃദയത്തുടിപ്പിൻ്റെ സ്പന്ദനം ഒപ്പിയെടുത്തൊരു പേപ്പറിൽ ഡോക്ടർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ രോഗസാധ്യത അദ്ദേഹം കണ്ടുപിടിക്കും. ഇതുപോലെ എൻ്റെ വേദന, നിങ്ങളുടെ വേദന ഒരു റിപ്പോർട്ടും കൂടാതെ കണ്ടുപിടിക്കുന്ന കണ്ണുകളാണ് യേശുവിൻ്റെതെങ്കിൽ ഒളിച്ചു വെച്ച ഭാരങ്ങളും വേദനകളുമെല്ലാം ഇറക്കി വെക്കാൻ ശാശ്വതമായൊരിടം അത് യേശുവിൻ്റെ പാദപീഠമാണ്. ഇന്ന് രാത്രി വന്നിരിക്കുന്ന ആരും വേദന കൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകരുത്. സ്വാന്തനപ്പെടുത്തുന്ന യേശു അവിടുന്ന് തൊട്ടാൽ അവൻ തൊട്ട് കൈ പിൻവലിക്കും മുമ്പ് ഒരു പുതിയ അനുഭൂതിയോടെ, പുതിയ അനുഭവത്തോടെ നിങ്ങൾ ഈ സ്ഥലം വിട്ടുപോകാൻ തമ്പുരാൻ കൃപ തരും. ദൂരത്തിരുന്ന് ഉച്ചഭാഷയിലൂടെ ഞങ്ങൾ വചനങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൂരത്തിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആ കെട്ടുകൾ അഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരായി മാറുന്ന രാത്രിയാണിന്ന്. ദൈവകൃപ നിങ്ങളെ അടിമുടി മാറ്റി പരിഷ്കരിക്കുന്ന മനോഹര രാത്രിയാണിന്ന്. നമുക്കൊരു കാര്യം അറിയാം. ഇതാ ആ പുൽക്കൂട്ടിൽ യേശുവിനെ കിടത്തി. ഇവിടെ നിന്നാണൊരു കാഴ്ച. ഈ കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് രാത്രി ആകുമ്പോൾ ഒരുപറ്റ ആട്ടിടന്മാർ. ഇത് വലിയൊരു ലായമാണ്. നമ്മൾ ഈ പശുക്കൂട്ടിൽ കിടത്തി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് വീടിനോട് ചേർന്നുള്ളൊരു തൊഴുത്താണ്. ഇതങ്ങനെയല്ല. പാലസ്തീനിയയിലെ ആടുമാടുകളുടെ വളർത്തലൊരു പ്രത്യേക സംവിധാനമാണ്. അവിടെ ഉടമയുടെ വീടിനോട് ചേർന്നല്ലിത്. വിശാലമായ ലായമാണ്. നൂറുകണക്കിന് പശുക്കൾ, ആടുകൾ ഒക്കെ ഉള്ള വലിയൊരു സ്ഥലമാണ്. കാവൽക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അല്പനേരം കഴിഞ്ഞു പാട്ടും കൊട്ടും താളമേളങ്ങളും ഒക്കെയായി വന്നു നിൽക്കുന്ന ഒരൊറ്റ ആളുകൾ. യോസഫ് ഭയമുണ്ടവന്, അദ്ദേഹത്തിന്. കാരണം ഒരു സ്ത്രീയും കുഞ്ഞാ. ആകാംക്ഷയുണ്ട് അദ്ദേഹത്തിന്. എന്താ ഇത്? വരുന്നവർ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി രക്ഷകൻ്റെ മനോഹാരിത ആസ്വദിച്ചു. അവർ പറയാ, ഞങ്ങൾക്കുമുണ്ടായി ഒരു ദൂത സന്ദർശനം. ആടുകളെ തെറ്റി മലഞ്ചരിയിൽ കിടക്കുമ്പോൾ ഒരു ദൂതൻ വന്നിട്ടേ ഈ വാർത്ത ഞങ്ങളെ അറിയിച്ചു. ഈ വാർത്ത കേട്ട് പൊട്ടിക്കരഞ്ഞതേ മറിയയ്ക്കും അപ്പുറത്ത് യോസേഫാണ്. വേറൊന്നുമില്ല. ക്ഷീണിച്ചുറങ്ങുന്ന മറിയെ നോക്കി യോസേഫ് ഓർത്തു, നിന്നെയാണോ ഞാൻ ഉപേക്ഷിക്കാൻ തുടങ്ങിയത്? നിന്നെയാണോ ഞാൻ തെറ്റിദ്ധരിച്ചത്? ഇതാ എൻ്റെ ഉള്ളത്തിൽ എവിടെയോ കടന്നുപോയ ഒരു തെറ്റിദ്ധാരണ അന്നൊരു ദൂതൻ വന്ന് തിരുത്തി. ഇതാ ഞാൻ വീണ്ടും അനവധി ആട്ടിടയന്മാർ, നിഷ്കളങ്കർ, ഈ വഴിയോരത്ത് ആടുകളെ തെറ്റുന്ന മനുഷ്യരുടെ നാവിലൂടെ നിന്റെ വിശുദ്ധിയുടെ നീ കണ്ടെത്തിയ രക്ഷകന്റെ മഹാത്മ്യം ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ എന്തൊരാനന്ദം. വഴിയാത്രയിലെ ക്ലേശം മറന്നു, ഭക്ഷണമില്ലായ്മ മറന്നു, കഷ്ടപ്പാടുകൾ മറന്നു. കാരണം ദൈവത്തിൻ്റെ ശബ്ദം അത്ര മനോഹരമാണ്. ഏത് വേദനയും മറക്കുന്ന ദൈവശബ്ദം ഈ രാത്രി ഞങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക് വിന്യസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വിടുതലാകട്ടെ. ദൈവത്തിൻ്റെ വചനം രോഗശാന്തിയാകട്ടെ. ദൈവത്തിൻ്റെ വചനം സ്വാന്തനമാകട്ടെ. അത് മുറിപ്പാടുകളൊക്കെ ഉണക്കി നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുന്ന ദൈവകൃപയാകട്ടെ. ആർക്കും കണ്ടെത്താനാവാത്ത ആത്മീയതയുടെ പുതിയ മർമ്മങ്ങളെ കണ്ടെത്തി ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കാൻ കഴിയുന്ന ദൈവിക ഇടപെടലാക്കട്ടെ. യോസഫ് പേർവഴി ചാർത്തലിൻ്റെ വഴിത്താരയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്നോർത്തില്ല. നിയമം എതിരാകുന്ന വഴിയിലും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പുത്തൻ നിയമം ഇതാ ജഡമെടുത്ത് ഇവിടെ കിടക്കുന്നു. ആ പുതുനിയമത്തിൻ്റെ ശക്തി എന്താ? യേശു ക്രിസ്തു. എന്താണ്?
മുഴുവൻ പുതുനിയമത്തിൻ്റെയും സന്ദേശം എന്താ? യേശുക്രിസ്തു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അതാ അകത്തും പുറത്തും വരുന്ന ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടം വിട്ട് പിരിയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പേർവഴി ചാർത്തുന്ന വഴിയിൽ നടന്നു പോകുന്ന, യാത്ര ചെയ്യുന്ന ഈ ദമ്പതികൾക്ക് അവരുടെ ലക്ഷ്യം കനേശുമാരി പട്ടികയിൽ പേർ കൊടുക്കണം. ആ പേര് ചരിത്രത്തിൻ്റെ ഗ്രന്ഥാവലിയിൽ എവിടേക്കോ ചേർക്കും. പക്ഷെ അവരറിഞ്ഞില്ല, ഈ പെൺകുട്ടി ജന്മം കൊടുത്ത ആ പിഞ്ചോമനയെ നിങ്ങൾ കണ്ടില്ലേ? കൈകൾ വിറച്ച തണുപ്പത്ത് പരിരക്ഷ കൂടാതെ കിടക്കുന്ന പുൽത്തൊട്ടിൽ കരങ്ങൾ കൊണ്ട നീ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടാക്കി മാറ്റുന്നത്. ആ കരങ്ങളിലേക്കാ കാരിലും വാണിയുടെ കരുത്തോടെ ശത്രുക്കൾ അടിച്ചിറക്കുന്ന അതിശക്തമായ ആയുധം കടന്നു പോകാൻ പോകുന്നത്, പ്രാണനിൽ വാൾ കടക്കാൻ പോകുന്നത്, ദൈവീക പ്രവൃത്തിയുടെ രക്ഷാകരണ പദ്ധതിയുടെ പരീക്ഷണശാലയായി മാറുന്ന ഒരു ആ ശരീരം ജഡമെടുത്ത് കിടക്കുന്ന കാഴ്ച കണ്ട് എല്ലാവർക്കും അതിൻ്റെ പൊരുളറിയില്ല. അതിന് കാരണമുണ്ട്. ചില ദിവസങ്ങൾക്ക് ശേഷം, അതും വർഷങ്ങൾ കഴിഞ്ഞിട്ടാ, യേശുവിനെ കാണാൻ കുറേ വിദ്വാൻമാർ വരുന്നുണ്ട്. അതേ രാത്രി വന്നു എന്ന വാദമൊക്കെ തെറ്റാണ്. ദൂരത്ത് നടന്നൊക്കെ അവർ വരണം. ഇവരും വരുന്ന വഴിയിൽ നക്ഷത്രം കണ്ടാ വരുന്നത്. വഴികാട്ടിയായൊരു നക്ഷത്രമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ നക്ഷത്രം ഷാപ്പിൻ്റെ മണ്ടേ വരെ ഇട്ടിട്ടുണ്ടല്ലേ. എന്താ ബോർഡ്? അത് ദ പാലസ് ഓഫ് ഹെരോദാവിൻ്റെ പാലസ്. അപ്പോൾ രക്ഷകൻ ഈ കൊട്ടാരത്തിൽ കാണും. നമുക്ക് ഇങ്ങോട്ട് പോവാം. ബുദ്ധിമാനായിരുന്നു അയാൾ. ഈ വരുന്ന മനുഷ്യരെയും കൊണ്ട് അകത്തോട്ട് കയറിയിട്ട് ഗാർഡിനോട് പറഞ്ഞു, ഇവിടെ ഒരു രാജാവ് ജനിച്ചു, ഞങ്ങൾ കാണാൻ വന്നാ. സെക്യൂരിറ്റി പറഞ്ഞ് നീക്കിക്കൂടെ, ഞാൻ അകത്ത് പോയി ചോദിക്കട്ടെ. അകത്ത് ചെന്നപ്പോഴേക്ക് പറഞ്ഞാൽ ആരോ അറിവില്ലാതെ പറഞ്ഞാൽ പൊക്കോളാൻ പറയാം. എങ്കിലും ദൂരേന്ന് വന്നല്ലേ, രാജാവിന് മുഖം കാണിക്കണമെന്ന് പറഞ്ഞാൽ വരാൻ പറ. ഹെരോദ വിളിച്ചു, കാര്യങ്ങളറിഞ്ഞു. ഒരു രക്ഷകനോ? എവിടെ? ജൂത പണ്ഡിതന്മാരെ വിരുത്തിയിട്ട് പറഞ്ഞു, ഇവർ പറഞ്ഞത് വലിയ കാര്യമുണ്ടോ? ഒരു മശിക ജനിച്ചിട്ടുണ്ടോ? ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവാ. അവർ പരതി കണക്കെടുത്തു. കണക്കെടുത്തിട്ട് പറയാ, എവിടാ ജനിച്ചേ? എവിടാ സംഭവം? ഒടുക്കം വന്നവർ പറയാം, ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഞങ്ങളതുകൊണ്ടേ നക്ഷത്രം വഴികാട്ടി വഴി വന്ന ഇടയ്ക്ക് ബോർഡ് കണ്ട് തെറ്റിപ്പോയതാ. ഇതാണ് നിങ്ങളുടെ ചെറിയ അശ്രദ്ധ ഒരു നാടിന് മുഴുവൻ നഷ്ടം വരുത്തും. അനവധി പിഞ്ചോമനകളെ വധിക്കാൻ ആ ക്രൂരൻ ഉത്തരവിട്ടു. നോക്കണ, ഉത്തരവിൻ്റെ ഒരു പെരുമഴയല്ലേ. വാഗ്ദത്ത സന്തതിക്കെതിരെ കനേശുമാരിപ്പട്ടിയിൽ പേര് ചേർക്കണം, പിഞ്ചോമന കഴുത്തിറക്കണം. 100 നിയമങ്ങളുടെ നൂലാമാലകളിലൂടെ വാഗ്ദത്തപുത്രന്റെ വഴി തടയാൻ ഒരാളെങ്കിലും ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം വെളിപ്പാട് പുസ്തകം അന്തിമമായി പറയുക, രാജാവി രാജാവും കർത്താതി കർത്താവും എന്നൊരു നാമം ഞാൻ അവന്റെ തുഴമേൽ എഴുതിയിരിക്കുന്നതായി കണ്ടു. ആ മഹത്തര നാമത്തെയാ നമ്മൾ ഇതിനകത്ത് ഉയർത്തുന്നത്. ഏത് നിയമം കൊണ്ടും വഴി തടയാനാവാത്ത അജയ്യനായ ദൈവപുത്രനെ ഈ രാത്രി ഏവരുടെയും മധ്യത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ആവർത്തിക്കുന്നു. ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. ആ സ്വാന്തനപ്പെടുത്തുന്ന നാമത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഉയർത്തുന്നു. അനവധി കുഞ്ഞുങ്ങൾ മരിച്ചു, അനവധി പരാജയങ്ങൾ സംഭവിച്ചു. കർത്താവിൻ്റെ ദൂതൻ യോസഫിനോട് പറഞ്ഞു, നീ കുഞ്ഞിനെടുത്തേ ഈജിപ്ത് 1000 ദൂതഗണങ്ങൾ നിനക്കില്ലേ, ഇവിടെ തന്നെ പാർക്കാമല്ലോ. ഇവിടെ പാർക്കാൻ എന്താ പാട്? നമുക്ക് ചോദിച്ചു അല്ലേ. പക്ഷേ വാഗ്ദത്തമായി കിട്ടിയ പലതും റിസ്ക് എടുത്ത് സൂക്ഷിക്കേണ്ടത്. അതാ കാര്യം. തമ്പുരാൻ തന്നതൊക്കെ സംരക്ഷിക്കാനുള്ള കൃപ തരേണ്ടതിന് പ്രാർത്ഥിച്ചട്ടെ. ഇതിൻ്റെ തുടർച്ചയുണ്ടല്ലോ, ദൈവവചനമുണ്ടല്ലോ. ഇവിടെ ഒരു കാര്യം കാണാം. ഇവിടെ യേശുവിനെ കൊണ്ട് ഈജിപ്തിലേക്കാണ് പോകുന്നത്. ഈജിപ്റ്റ് എന്ന മിസ്രൈമിൽ യേശുവിനെ അടുത്ത 3 കൊല്ലങ്ങൾ പാർപ്പിച്ചു. വേറൊരു സ്ഥലമില്ല, എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ ഈജിപ്തിൽ തന്നെ വിട്ടെന്നറിയണ്ടേ? പറയാം. പണ്ടൊരു രാജാവ് പിഞ്ചോമനകളെ വധിക്കാൻ ഇവിടെയും ഒരു ഉത്തരവിട്ടിരുന്നു. ഫറവോ മോശയായിരുന്നു ലക്ഷ്യം.
വാഗ്ദത്ത മക്കളെ ഇങ്ങനെ നശിപ്പിച്ചു കളവാൻ ലക്ഷ്യമിട്ട ഫറവോടെ നാട്ടിൽ അന്ന് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നടന്ന ആ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ മോശയും അഹരോനെയൊക്കെ സൂക്ഷിച്ചു വെച്ച അതേ ദൈവകൃപൻ അവൻ മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകാൻ സംഗതി വന്നു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അവൻ നസ്രത്തിൽ വളർന്നു. ചുരുക്കത്തിൽ ബേത്ലഹേമിൽ അവൻ ജനിക്കണം, മിസ്രയീമിൽ അവൻ സംരക്ഷിക്കപ്പെടണം, നസ്രത്തിൽ അവൻ വളരണം, അവൻ ഗലീലിയനെന്ന് പരിഹസിക്കപ്പെടണം, അവൻ നസ്രത്തുകാരനായ ക്രിസ്തു എന്ന പേരിനാൽ ക്രൂശിക്കപ്പെടണം, മരിച്ചടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം, വീണ്ടും വരണം, രാജാതിരാജാവായി രാജ്യത്വം ഏറ്റെടുക്കണം. ഇതെല്ലാം ഈ പുസ്തകം മുൻകൂട്ടി കണ്ട വാഗ്ദത്തങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച മറിയയ്ക്ക് ദൈവകൃപ യേശുക്രിസ്തു എന്ന ഉത്തരത്തിലൂടെ കൃത്യമായി കിട്ടിയെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടട്ടെ. യേശു നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം യേശുവിൽ പരിഹാരം. 2000 ആണ്ട് പ്രസംഗിച്ചിട്ടും പറഞ്ഞു തീരാത്ത ദാനങ്ങളിലൂടെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന അജയനായ ദൈവപുത്രൻ്റെ സാന്നിധ്യം ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് രോഗശാന്തിയായി, ദൈവകൃപയായി, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ തമ്പുരാൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മോട് കൂടെ ഇരിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ വീണ്ടും അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.